ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോൾ നമ്മൾ പൊതുവേ കേൾക്കുന്നതാണ് തീരെ ഇമ്മ്യൂണിറ്റി ഇല്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പം ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി നശിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഇമ്മ്യൂണിറ്റിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്നൊക്കെ ഈ വീഡിയോയിലൂടെ നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ. എന്താണ് ഇമ്മ്യൂണിറ്റി? നമ്മുടെ ശരീരത്തിൽ പുതുതായിട്ടൊരു ഫോറിൻ ബോഡി, അത് എന്തും ആയിക്കോട്ടെ, ചിലപ്പോൾ ബാക്ടീരിയോ ഫംഗസോ അങ്ങനെ എന്തും ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരു പൂമ്പൊടിയാവാം, എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആവാം, എന്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിനെ ഒരു ആൻറ്റിജനായിട്ട് കാണും. അതായത് പുറത്തുനിന്ന് വന്ന ഒരു ഫോറിൻ ബോഡി. അപ്പോൾ ഈ ഒരു ആൻറ്റിജനെതിരെ നമ്മുടെ ശരീരം പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ബൂസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ അതിനെതിരെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഒരു ആൻറ്റിബോഡി ഉണ്ടാക്കുന്നു. ആ ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ ഫോറിൻ ബോഡിനെ നശിപ്പിക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെ ഏത് രോഗാണുക്കളോ അല്ലെങ്കിൽ മറ്റെന്ത് വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ വന്നാലും നമ്മുടെ ശരീരം വേഗം അതിനെതിരെ ഫൈറ്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു ഫൈറ്റിംഗ് മെക്കാനിസം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഒരു ബാക്ടീരിയോ വൈറസോ അല്ലെങ്കിൽ ഒരു ഫംഗസ് ഒക്കെ കടന്നു വന്നാലും പെട്ടെന്ന് നമ്മുടെ ശരീരം നശിപ്പിക്കുന്നത്. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ കൂടി ചേർന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയാറ്. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന സമയം തൊട്ട് എല്ലാ ആഴ്ചയിലും പനി വരുന്ന കാണാം. അല്ലെങ്കിൽ മറ്റ് പല ആൾക്കാർക്കാണെങ്കിലും, കുറച്ച് വലിയ മുതിർന്ന ആൾക്കാർക്കാണെങ്കിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് തീരെ ഇമ്മ്യൂണിറ്റി ഇല്ലാന്ന്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിടാൻ തുടങ്ങുന്ന സമയം, ആ ഒരു ജൂൺ ആ ഒരു സമയം ആകുമ്പോൾ തൊട്ട് എല്ലാ ആഴ്ചയിലും ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അസുഖങ്ങൾ വരുന്ന കാണാം. കുട്ടികളെ മാത്രമല്ല, മുതിർന്നവരിലും ചിലർ ഒക്കെ നമുക്ക് കാണാം ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരിക. പനിയും ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുക ഒന്ന് മാറിയെടുക്കാൻ വേണ്ടി. അപ്പം ഇങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻസ് കാണുന്നത് കൂടുതലായിട്ട് നമ്മൾ പറയാറുണ്ട് ഇമ്മ്യൂണിറ്റി ഭയങ്കര വീക്കാണെന്ന്. അപ്പോൾ ഈ അടുത്തിടെയായിട്ട് നമ്മുടെ ഇത്രയും അധികം അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടാനും അല്ലെങ്കിൽ ഇത്രയും അധികം നമ്മുടെ ഇമ്മ്യൂണിറ്റി നശിക്കാനും ഉള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിലൊക്കെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി നശിക്കുന്നത്. ഈ ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണുള്ളത്. നാച്ചുറലായിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതും. രണ്ടാമത്തെ അക്വേർഡ് ആണ്. അക്വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനും ഒക്കെ ആയിട്ട് ജീവിച്ച് പഴകി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ഇമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ കുട്ടികളുടെ കേസിലൊക്കെ നമ്മൾ പറയാറുണ്ട് മഴയത്ത് വിടണം അല്ലെങ്കിൽ മണ്ണിൽ വിടണം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ ഒരു കണ്ടീഷൻസിലൊക്കെ അവർ കളിച്ചു കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു എക്സ്പോഷർ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ അതിനെതിരെ അല്ലെങ്കിൽ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റിബോഡി ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരിക്കുകയും പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ അതുമായിട്ട് എക്സ്പോസ് ആകുമ്പോൾ വേഗം ഈ ഒരു ആൻറ്റിബോഡി റിലീസ് ചെയ്ത് ആ ഒരു ഫാഗോസൈറ്റിക് ആയിട്ടുള്ള ആക്ഷൻ പെട്ടെന്ന് നടക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ മണ്ണിലോ പൊടിയിലോ ഒന്നും കളിക്കാതെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അവർ പുറത്തേക്ക് ഇറങ്ങേണ്ട സമയമാകുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴേക്കും പെട്ടെന്ന് അവർക്ക് അസുഖങ്ങൾ വരുന്നതാണ്. കാരണം അവരുടെ ശരീരം ഇതുവരെ ഇങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് തീരെ എക്സ്പോസ്ഡ് ആവാത്തത് കൊണ്ട് അപ്പോൾ അവർക്ക് എപ്പോഴും അസുഖങ്ങൾ വരുന്നു. അവരുടെ ശരീരത്തിൽ അപ്പോഴാണ് ഒരു പുതിയ ആൻറ്റിബോഡി തന്നെ ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് മിക്ക ആൾക്കാർക്കും ഈ അലർജി ടെൻഡൻസി ഒക്കെ ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ഇമ്മ്യൂണിറ്റിയുടെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ ജനിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായ സമയത്ത് എപ്പോഴും നമ്മൾ പറയുന്നത് വിസിറ്റേഴ്സിനൊന്നും ഒരുപാട് അലോ ചെയ്യേണ്ട, അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ കുഞ്ഞുങ്ങളെ തൊടുന്നതോ അല്ലെങ്കിൽ കാണാൻ വരുന്നതോ ഒക്കെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരാൻ കാരണമാവുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ ഏജ്ഡ് ആവുന്നതോറും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മളൊരു ഓൾഡ് ഏജിലോട്ട് എത്തുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വീണ്ടും കുറയുന്ന കാണും. അതുകൊണ്ടാണ് ഒരു ഓൾഡ് ഏജ് ഒക്കെ എത്തുമ്പോഴത്തേക്കും നമുക്കൊരു പെട്ടെന്ന് വരുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഒക്കെ പെട്ടെന്ന് വരാനുള്ള ഒരു കാരണം. അപ്പോൾ ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഗ്രാഫ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാൽ മതി. നോർമലി നമ്മുടെ ഇമ്മ്യൂണിറ്റി നശിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി പറയുമ്പോൾ നമ്മളൊരു ഏജിങ് പ്രോസസ്സ്, ഇങ്ങനെ നമ്മൾ പ്രായം ചെല്ലുന്നതോറും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡീജനറേഷൻ കൊണ്ടുവരാം. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത്ര ന്യൂട്രിയൻസോ അല്ലെങ്കിൽ പ്രോട്ടീൻസോ ഒന്നും കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി മൂലം നമുക്ക് വരാം. കാരണം നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ രോഗപ്രതിരോധ ശേഷി ഉണ്ടാവണമെങ്കിൽ ഒരുപാട് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ സഹായം നമുക്ക് ആവശ്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ സി തന്നെയാണ്. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന രക്താണുക്കൾ എന്ന് പറഞ്ഞാൽ ശ്വേത രക്താണുക്കളാണ്, അതായത് WBC ആണ്. ഈ WBCയുടെ എണ്ണം കൂട്ടാനും അവരുടെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് വൈറ്റമിൻ സി ആണ്. അതുപോലെ തന്നെ ഈ വൈറ്റമിൻ സി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല സ്ട്രെസ് ആയിട്ടുണ്ടാകുന്ന പല റിയാക്ഷൻസും സ്ഥിരമായിട്ട് ശരീരത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫ്രീ റാഡിക്കൽ ശരീരത്തിലേക്ക് റിലീസ് ആവുന്നു. ഈ ഫ്രീ റാഡിക്കലിനെതിരെ പോരാടുന്നവരെയാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ സി ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഫംഗ്ഷനും ചെയ്യും. അപ്പോൾ ഈ വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ടുവരാം. വൈറ്റമിൻ ഡി, വൈറ്റമിൻ B6 അങ്ങനെ
ഒരുപാട് മിനറൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സിങ്ക് പോലെയുള്ള മിനറൽസ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ആ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയുന്നതായിട്ട് കാണാം. ചില രോഗങ്ങൾ കാരണം നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പ്രമേഹമാണ്. ഇന്ന് ഒരുപാട് പേരിലും കാണുന്ന ഒന്നാണ് ഈ പ്രമേഹം. നിയന്ത്രണമില്ലാതെ പോകുന്ന പ്രമേഹം ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരും. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രമേഹ രോഗികളാണ് ഏറ്റവും കൂടുതൽ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻസ് വരുന്നതാണ്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത് കാണും. ഇനി മറ്റൊരു കാരണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബയോട്ടിക്സ് ആയിട്ട് കുറവ് കൊണ്ടുവരാം. ഈ പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടലിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗുണങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ഒരു കൂട്ടം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതായത് ബാക്ടീരിയകളും ഫംഗസും ഒക്കെ ഉണ്ട്. ഈ ബാക്ടീരിയകളും ഫംഗസും നോർമലി നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരാണ്. അപ്പം നമ്മൾ പ്രോബയോട്ടിക്സ് കഴിച്ചാൽ മാത്രമേ ഈ പറയുന്ന ബാക്ടീരിയകൾക്ക് വേണ്ട ഒരു എനർജി കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അവർ വളരാൻ സഹായിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടുതലും ജങ്ക് ഫുഡും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ പ്രോബയോട്ടിക്സുകളൊന്നും കഴിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഈ ബാക്ടീരിയകൾ നശിക്കുകയും നമ്മുടെ ഒരു ഇമ്മ്യൂൺ മെക്കാനിസം വീക്ക് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നതാണ്. അതിൻ്റെ ഒരു കുറവ് കൊണ്ട്, പിന്നെ കൃത്യമായ ഒരു വ്യായാമം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ശരീരത്തിൽ കൃത്യമായ ഒരു ബ്ലഡ് സപ്ലൈ വേണമെങ്കിൽ നമ്മുടെ മസിൽസും ഒക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റമാണ്. ലിംഫാറ്റിക് പാത്വേ, ആ ഒരു സർക്കുലേഷൻ കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ കൃത്യമായൊരു വ്യായാമം വേണം. ആ ഒരു ലിംഫിൻ്റെ ഫ്ലോ കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഓരോ മസിൽസുകൾ കൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യും ഒക്കെ ചെയ്യണം. അപ്പം കൃത്യമായൊരു വ്യായാമം വേണം. അപ്പം നമുക്ക് വ്യായാമമൊന്നുമില്ല, നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഡോർ ആയിട്ട് അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പെട്ടെന്ന് നശിക്കുന്നത് കാണാം. പിന്നെ ഇമ്മ്യൂണിറ്റി നശിക്കാനുള്ളൊരു കാരണം നമ്മുടെ ഭക്ഷണ രീതിയാണ്. തെറ്റായ ഭക്ഷണ രീതി. ഇപ്പം അധികം മധുരം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരുപാട് ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സോ ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മുടെ WBC അല്ലെങ്കിൽ ഈ ശ്വേത രക്താണുക്കൾ അവിടെ നശിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയുന്നതായിട്ട് കാണാം. T സെൽസ്, അതായത് T ലിംഫോസൈറ്റ്സ് ആണ് പ്രധാനമായിട്ടും ഈ ശ്വേത രക്താണുക്കളിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി പോരാടുന്നത്. കൂടുതലായിട്ടും ഇവരെ നശിപ്പിക്കാൻ കാരണം. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത ഫുഡുകൾ, അതായത് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്ത ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. ഹോട്ടൽ ഭക്ഷണമാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. ഇതിലൊക്കെ ധാരാളമായിട്ട് സോഡിയം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ട് സ്വീറ്റ്നേഴ്സും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ രക്താണുക്കൾ, ശ്വേത രക്താണുക്കൾ നശിക്കുകയും അങ്ങനെ ആ ഒരു ഭക്ഷണ രീതിയുള്ളവർക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി കുറയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ കണ്ട ജങ്ക് ഫുഡ്സൊക്കെ കഴിക്കുകയും ചെയ്യും. നമ്മൾ തീരെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒന്നും കഴിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എപ്പോഴും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് ഏറ്റവും കൂടുതൽ മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ സപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു അഭാവം മൂലം നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയുന്നതായിട്ട് കാണാം. ഇതിന് പുറമെ നമ്മൾ കൃത്യമായിട്ടൊരു ഉറക്കമില്ല, അതുപോലെ തന്നെ കൃത്യമായിട്ടൊരു വെള്ളം കുടിക്കുന്നൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ബോഡി എപ്പോഴും ക്ലീൻ ആയിട്ട് നിൽക്കില്ല. ഇപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മുടെ ബോഡി ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ബോഡി എല്ലാ സ്ട്രെസ്സിൽ നിന്നും വളരെയധികം റിലാക്സ് ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് എപ്പോഴാണ് സ്ട്രെസ്സ് കുറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി എപ്പോഴാണ് ബൂസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു ഉറക്കം വേണം. ഏകദേശം ഒരു 7 മുതൽ 8 മണിക്കൂർ നല്ലൊരു ഉറക്കം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ബോഡി ഇപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കെമിക്കൽ പ്രോസസ്സ് സ്ഥിരം നടക്കുന്നതാണ്, ഏത് ടൈമിലും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ പറയുന്ന കെമിക്കൽ പ്രോസസ്സിലൊക്കെ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ പുറന്തള്ളണമെങ്കിൽ നമ്മൾ നല്ല പോലെ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ ഒരാളുടെ ശരീരഭാരത്തിനോട് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്താണ് പറയാറ്. 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന കണക്ക് വേണം വെള്ളം കുടിക്കാൻ. ഇപ്പോൾ 75 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 3 ലിറ്റർ വെള്ളം കൃത്യമായി കുടിച്ചിരിക്കണം. ഇനി അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരുപാട് വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഒരുപാട് എക്സേഷനുള്ള ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അഡീഷണലി നമ്മൾ അതിന് പുറമേ വെള്ളം കുടിക്കേണ്ടതാണ്. അപ്പോൾ കൃത്യമായി ഒരു വെള്ളം ഇല്ലെങ്കിലും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതായിട്ട് കാണാം. ഈ പറയുന്ന ലൈഫ് സ്റ്റൈലും ഈ പറയുന്ന രോഗങ്ങളും ഒക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ഇമ്മ്യൂണിറ്റി കുറയാൻ കാരണമാവുന്നത്. ഈ പറഞ്ഞ കാരണങ്ങളോടൊപ്പം തന്നെ ഇപ്പം മദ്യപിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ഈ മദ്യപാനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നൊരു പാർട്ട് വരെ നിർജ്ജലീനീകരണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലിവറിൻ്റെ ഫംഗ്ഷനൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നോർമലി നമ്മുടെ മിക്ക പ്രോട്ടീൻസും അതുപോലെ തന്നെ മിനറൽസും വൈറ്റമിൻസും ഒക്കെ മെറ്റബോളൈസ് ചെയ്യുന്നത് നമ്മുടെ ലിവറിലാണ്. അപ്പോൾ കൃത്യമായ ഒരു മെറ്റബോളിസം നടക്കില്ല. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ കൂടി മദ്യപിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഒരു മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വൈറ്റമിൻസ് ഡെഫിഷ്യൻസിയും വരും. അതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ വീക്ക് ആവുന്നത് കാണാം. ഇനി പുകവലി ശീലമുള്ളവരാണെങ്കിൽ നമ്മൾ പുക വലിക്കുമ്പോൾ പുകയോടൊപ്പം തന്നെ നമ്മൾ അമോണിയ, ആഴ്സനിക്, നിക്കോട്ടിനൊക്കെ അകത്തേക്ക് വലിച്ചെടുക്കുകയാണ്. അപ്പം ഈ ഒരു നിക്കോട്ടിനൊക്കെ നമ്മുടെ ബ്ലഡിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്ര രീതിയിൽ ഒരു ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും. നമ്മുടെ ഓരോ കോശങ്ങൾക്കായിക്കോട്ടെ നമ്മുടെ ശ്വേത രക്താണുക്കൾക്കൊക്കെ കൃത്യമായ ഒരു ഓക്സിജൻ കിട്ടാതെ വരുന്നതുകൊണ്ട് അവർക്ക് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു പുതിയൊരു ആൻറ്റിജൻ വന്നാൽ കൂടി നമ്മുടെ ശരീരം അതിനെതിരെ പ്രവർത്തിക്കാതെ വരും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത് കാണാം. ഇനി മെൻ്റൽ സ്ട്രെസ്സും ടെൻഷനും നമുക്കൊരു പരിധിവരെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്നത് കാണാം. ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും ആൻസൈറ്റി ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നത് കാണാം. അതുപോലെ തന്നെയാണ് നമ്മൾ സമൂഹത്തിലൊന്നും ഒട്ടും സോഷ്യൽ അല്ലാതെ ഇൻട്രോവേർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർ.
ഇവർക്ക് എപ്പോഴും ഒരു സ്ട്രെസ് ഹോർമോൺ ലെവൽ വളരെ കൂടുതലായിരിക്കും. ഈ സ്ട്രെസ് ഹോർമോൺ കൂടുന്ന സമയത്തും ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആവുന്നത് കാണാം. ഈ കാരണങ്ങളോടൊപ്പം തന്നെ ചില മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഇപ്പോൾ കിഡ്നിക്കും അതുപോലെ ഹാർട്ടിനൊക്കെ ചില മെഡിസിൻസ് കഴിക്കുന്നവർക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു നിൽക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു അമിതവണ്ണവും നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലും നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റും ഒക്കെ കറക്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ സ്കൂളിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഇമ്മ്യൂണിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരിക, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ മെൻ്റലി അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി ഭയങ്കര വീക്കാവുന്നത് കാണാം. അത് നമ്മളെ ഒരു പുറകോട്ട് വലിക്കും, എല്ലാ കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് വലിക്കാൻ കാരണമാവും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ഒരു ഡിപ്രഷൻ പോലെയുള്ള കണ്ടീഷൻസിലോട്ട് പോകും, കുറച്ചുകൂടെ മാനസികമായിട്ട് കുറച്ചുകൂടെ വീക്ക് ആവുകയാണ് ചെയ്യുക. അപ്പം എപ്പോഴും നമുക്ക് അസുഖം വരുന്ന സമയത്ത് നമ്മൾ ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും കൂടി വീക്കാവും. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടുക, അല്ലെങ്കിൽ നമ്മൾ അസുഖം വരാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയാം. ഇനി നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, നമ്മുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് നോക്കാം. ഏറ്റവും ഒന്നാമതായിട്ട് നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് പ്രധാനമായിട്ട് നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച്, മുസമ്പി, സ്ട്രോബെറി, കിവി പോലെയുള്ള ഫ്രൂട്ട്സിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. ചെറിയ പുളിയുള്ള മിക്ക ഫ്രൂട്ട്സിലും നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന ഒരു വൈറ്റമിനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് സപ്ലൈ ചെയ്യേണ്ട ഒരു വൈറ്റമിനാണ്. നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു വൈറ്റമിൻ അല്ല. അപ്പോൾ നമ്മൾ ദിവസവും വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ മാത്രമേ നമ്മുടെ ഇമ്മ്യൂണിറ്റി കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ്. ഇനി വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ശ്വേത രക്താണുക്കളുടെ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ശ്വേത രക്താണുകൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമുക്കൊരു ദിവസം വേണ്ട വൈറ്റമിൻ സിയുടെ ഇരട്ടി അതിൽ നിന്ന് റിസൾട്ട് കിട്ടും. അത്രയും അധികം വൈറ്റമിൻ സി ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ദിവസവും ഒരു നെല്ലിക്കയെങ്കിലും അല്ലെങ്കിൽ ചെറുനാരങ്ങയാണെങ്കിൽ 1-2 ടീസ്പൂണെങ്കിലും ദിവസം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വൈറ്റമിൻ സി കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഇലക്കറികളും അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും. കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ക്യാരറ്റ്, ബീട്രൂട്ട്, മധുരക്കിഴങ്ങൊക്കെയാണ്. ഇലക്കറികളും പച്ചക്കറികളും സ്ഥിരമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ഈ പറഞ്ഞ ഇപ്പോൾ ക്യാരറ്റിലൊക്കെ ആണെങ്കിലും ബീറ്റാ കരോട്ടിൻ ഉണ്ട്. ഈ ബീറ്റാ കരോട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഒന്നാണ്. അത് വൈറ്റമിൻ എ എന്ന് പറയുന്ന വൈറ്റമിനിൻ്റെ ഒരു പ്രിക്കസറാണ്. അതായത് വൈറ്റമിൻ എ ഉണ്ടാക്കുന്നത് ഈ ബീറ്റാ കരോട്ടിൽ നിന്നാണ്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പച്ചക്കറികളും ഇലക്കറികളും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ഈ ബീറ്റാ കരോട്ടിൻ അടങ്ങിയതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിന് മുടിക്കൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് ഈ ക്യാരറ്റൊക്കെ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി മൂന്നാമതായിട്ട് നട്ട്സ് സ്ഥിരമായിട്ട് കഴിക്കുക. ഈ നട്ട്സിലൊക്കെ വൈറ്റമിൻ ഇ ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. വൈറ്റമിൻ ഇ ടി ലിംഫോസൈറ്റ്സിൻ്റെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കൃത്യമായ ഫംഗ്ഷന് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നും നട്ട്സ് കഴിക്കുക. അപ്പോൾ നട്ട്സിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് മത്തൻ്റെ കുരു, പംകിൻ സീഡ്, അതുപോലെ തന്നെ ബദാമൊക്കെ സ്ഥിരമായിട്ട് കഴിക്കാം. ഈ പറയുന്ന നട്ട്സുകളെല്ലാം ഇപ്പം ബദാമും കാഷ്യൂം വാൽനട്ട്, പംകിൻ സീഡ്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു പിടി നിങ്ങൾ ദിവസം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വൈറ്റമിൻ ഇ കൃത്യമായി കിട്ടുകയും അതുവഴി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ശ്വേത രക്താണുക്കളെ അതുപോലെ തന്നെ ടി ലിംഫോസൈറ്റ്സിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ കൂട്ടുന്നതും അതുപോലെ തന്നെ അവരുടെ ഫംഗ്ഷൻ കൂട്ടാനും സഹായിക്കുന്നുണ്ട്. ഇനി നാലാമതായിട്ട് നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി നമുക്ക് മുട്ടയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരു കുറഞ്ഞ അളവിൽ. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി കിട്ടുന്നത് നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അപ്പോൾ ദിവസവും ഒരു 10 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ 10 മിനിറ്റെങ്കിലും നമ്മുടെ സ്കിന്നിൽ വീഴത്തക്ക രീതിയിൽ നമ്മൾ കൊള്ളുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി നമുക്ക് വേണ്ട ലെവലിൽ കിട്ടുന്നുണ്ട്. വൈറ്റമിൻ ഡി നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. പല ആൾക്കാർക്കും ഇന്ന് ഒരു ഇമ്മ്യൂണിറ്റി കുറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ലെവൽ കുറവായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്ന സമയത്തൊക്കെ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ആൾക്കാരോട് നമ്മൾ വൈറ്റമിൻ ഡി ലെവൽ നോക്കാൻ പറയാറുണ്ട്. മിക്ക ആൾക്കാർക്കും ഇന്ന് വൈറ്റമിൻ ഡി ലെവൽ കുറവാണ്. അപ്പോൾ നിങ്ങൾ വെയിൽ കൊള്ളുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപയർ, അതുപോലെ കോഴി ഇറച്ചി, മത്സ്യം, ഇതൊക്കെ നമുക്ക് വൈറ്റമിൻ B6 പ്രദാനം ചെയ്യും. ഈ വൈറ്റമിൻ B6 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിംഫിന്റെ പാത്വേ കറക്റ്റായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ലിംഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം, നമ്മുടെ രക്തം ശരീരത്തിൽ ഒഴുകുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഒരു പാത്വേ ആണ്. അപ്പോൾ ഈ ലിംഫാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പാർട്ട്, അല്ലെങ്കിൽ നമ്മുടെ WBCൻ്റെ ഒക്കെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഒന്നാണ്. അപ്പം വൈറ്റമിൻ B6 അടങ്ങിയ ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുക. ഇപ്പം സിട്രസ് ഫ്രൂട്ട്സ് അല്ലാത്ത എല്ലാ പഴവർഗ്ഗങ്ങളിലും വൈറ്റമിൻ B6 അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചെറുപയറിലൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവ സ്ഥിരമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ട ഒന്ന് പറഞ്ഞാൽ ഷെൽ ഫിഷസ് ആണ്. ഇപ്പോൾ ഷെൽ ഫിഷസ് എന്ന് പറഞ്ഞാൽ ഞണ്ട്, കൊഞ്ച്, കക്ക, ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുക. മറ്റ് രോഗങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസങ്ങളും സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ
നമുക്ക് സിങ്കിൻ്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് ഉണ്ടാവും. അപ്പോൾ സിങ്ക് ശരീരത്തിൽ കുറയുന്ന സമയത്ത് നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ സിങ്ക് സ്ഥിരമായിട്ട് കിട്ടാൻ വേണ്ടി സഹായിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ എല്ലാ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ഇഞ്ചി, അതുപോലെ തന്നെ മഞ്ഞളും. ഇത് നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ നൽകുന്നുണ്ട്. നമുക്ക് അലർജിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഇൻഫ്ലുവൻസ പോലെ കണ്ടീഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുള്ള ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിവതും ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ തേനിൻ്റെ കൂടെ ഒരു നുള്ള് ഇഞ്ചിയുടെ നീരും ചെറുനാരങ്ങയുടെ നീരും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി 1 ടീസ്പൂൺ തേനിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഏറ്റവും നല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഈ തേനും ചെറുനാരങ്ങയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നവർക്ക് അലർജിയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പരിധി വരെ ഇത് കുറയുന്നതായിട്ട് കാണാം. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും അധികം അല്ലെങ്കിൽ എന്നും തന്നെ കഴിക്കേണ്ട ഒന്നാണ് പ്രോബയോട്ടിക്സ്. പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് നമുക്ക് പുളിയില്ലാത്ത തൈര്, യോഗട്ട്, ഇനി അതുപോലെ തന്നെ പുളിപ്പിച്ചിട്ടുള്ള മാവ് കൊണ്ടുണ്ടാക്കുന്ന ദോശ അല്ലെങ്കിൽ അപ്പം, ഇഡ്ഡലി ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതല്ലാതെ പഴങ്കഞ്ഞി നമുക്ക് സ്ഥിരമായി കുടിക്കുന്നതും അതോടൊപ്പം തന്നെ നെയ്യ് ഒരു പരിധിവരെ ഭക്ഷണത്തിൽ പനീറൊക്കെ ഉൾപ്പെടുത്തുന്നതും നമുക്ക് നല്ലൊരു പ്രോബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യും. ഈ പ്രോബയോട്ടിക് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിലെ പല രോഗങ്ങളെയും തടയാൻ സാധിക്കും. ഇപ്പം നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന കണ്ടീഷനൊക്കെ സ്ത്രീകളുണ്ടാകുന്ന വെള്ളപ്പോക്ക്, അതുപോലെ തന്നെ എല്ലാവരും മുതിർന്നവരിലും കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന അലർജിക് കണ്ടീഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോബയോട്ടിക്സ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കും. ഈ പറഞ്ഞ രീതിയിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു 7-8 ഭക്ഷണങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ കഴിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു വ്യായാമവും നല്ലൊരു ഉറക്കവും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സൈറ്റോകൈൻസ് എന്ന് പറയുന്ന ഹോർമോൺസ് ഉണ്ടാവും. ഇത് നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് കുറയ്ക്കുകയും ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കൃത്യമായി വ്യായാമം ചെയ്യുക. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ഒരു 1/2 മുതൽ 3/4 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക. അധികം വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ദോഷമാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ അധികമായി വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോട്ടീൻസും അല്ലെങ്കിൽ നമ്മുടെ ബാക്കി മിനറൽസും ഒക്കെ ഓവർ യൂസ് ചെയ്ത് പോയി അല്ലെങ്കിൽ ഓവർ മെറ്റബിളൈസ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ഒരു ആരോഗ്യത്തിന് ഇന്ന് നമുക്ക് വേണ്ടത് 1 കിലോയ്ക്ക് ഒരു 0.9 ഗ്രാം പ്രോട്ടീൻ എങ്കിലും വേണം. അതായത് ഒരു 60 കിലോ ഉള്ള ഒരാളാണ് ഒരു 55 ഗ്രാമെങ്കിലും പ്രോട്ടീൻ ഒരു ദിവസം കഴിച്ചിരിക്കണം. കൃത്യമായി പ്രോട്ടീൻസും കഴിക്കുക, കൃത്യമായ ഒരു ഭക്ഷണ രീതിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് നിർത്താനും അതോടൊപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും സഹായിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ